സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് സ്വന്തം ഫോട്ടോ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ ടൈം ലൈനിൽ ഇടുക, അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടുക, അല്ലെങ്കിൽ വാട്സപ്പിന്റെ പ്രൊഫൈലാക്കിയിട്ട് വെക്കുക എന്നുള്ളതൊക്കെ. അതിനായിട്ട് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. ഏറ്റവും എളുപ്പം ഉപയോഗിക്കാനും കാണുമ്പോൾ തന്നെ ഇമ്പമാർന്നതുമായ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അതിനായിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോറിൽ വിൻസി എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ കാണുന്ന വിൻസി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഫയൽ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങളുടെ ഫോട്ടോസ് എവിടെയാണോ ഉള്ളത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ട ഫോട്ടോസൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത ഫോട്ടോസാണ്. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഫോട്ടോസ് ഏത് ഫയലിലാണോ ഉള്ളത് ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇത് നമ്മുടെ പ്രിസ്മ എന്ന ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ്, പക്ഷെ ഇതിൽ അതിമനോഹരമായ ഫീച്ചേഴ്സും അതിമനോഹരമായിട്ടുള്ള ഒരുപാട് തീംസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി എഫക്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന് ഡബിൾ ടാപ്പ് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്ത തീമിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഇത് നിങ്ങൾക്ക് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇതിൽ തന്നെ. അല്ല, ഇനി നിങ്ങൾക്ക് വേറെ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത ശേഷം ഡബിൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഫുള്ളാക്കണമെങ്കിൽ ഫുള്ളാക്കാം. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് തീംസ് എല്ലാം ഇതിലുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുക, സെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെയ്യണോ എങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷെയർ ചെയ്യുക. പക്ഷെ അതിൽ ഹാഷ്ടാഗ് ഇട്ടിട്ട് വിൻസി എന്ന് ടൈം ലൈനിൽ എഴുതിയിട്ടുണ്ടാവും. അല്ല, ഡയറക്റ്റ് ആയിട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ടു ഗാലറി എന്ന് ക്ലിക്ക് ചെയ്യുക. ദിസ് ഇമേജ് ഇസ് സേവ്ഡ് ഇൻ ഗാലറി എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പാക്കാം ഇത് ഗാലറിയിൽ വന്നിട്ടുണ്ടാവും എന്നുള്ളത്. പുതിയ ആപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക് ആൻഡ് ബോയ്. Thank you. Have a nice day.